മാനന്തവാടിയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്ക് വെടിവെച്ച് പിടികൂടുമെന്ന് വയനാട് ജില്ലാ കളക്ടർ രേണു രാജ് അറിയിച്ചു. ആനയെ പിടികൂടിയ ശേഷം കർണാടകയിലേക്ക് കൊണ്ടുപോകും. ആവശ്യമെങ്കിൽ കർണാടക വനംവകുപ്പിന്റെ സഹായം തേടുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ്. തണ്ണീർ എന്ന പേരുള്ള കാട്ടാനയാണ് നഗരത്തിലേക്ക് ഇറങ്ങിയത്. ഹാസനിലെ സഹാറ എസ്റ്റേറ്റിൽ നിന്നും കഴിഞ്ഞ ജനുവരി 16-ന് കർണാടക വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയ ആനയാണിത്. പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ഒറ്റയാനെ ബന്ദിപ്പൂരിനടുത്ത് മൂലഹുള്ളിയിൽ തുറന്നുവിടുകയായിരുന്നു. ഇവിടെ നിന്നാണ് ആന മാനന്തവാടിയിലേക്ക് എത്തിയത്. ആന അക്രമാസക്തനല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആനയെ പിടിക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് കർണാടക വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാട്ടാന നഗരത്തിലേക്ക് ഇറങ്ങിയതിനെ തുടർന്ന് മാനന്തവാടിയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. മാനന്തവാടി നഗരസഭയിലെ 24, 25, 26, 27 ഡിവിഷനുകളിലുമാണ് മാനന്തവാടി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ആനയെ കാട് കയറ്റാൻ ശ്രമം തുടരുന്നതായി വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ മയക്കുവെടി വയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്.